എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in/UGCAP 2025/login.jsp എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതായത് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ബിരുദ ഏകജാല പ്രവേശനം രണ്ടാം അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 25/6/2025 പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ ഓണേഴ്സ് ബിരുദ ഏകജാലം നാളിതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും മുൻപ് അപേക്ഷിച്ചവർക്കും ഉൾപ്പെടെ എല്ലാ വിഭാഗം അപേക്ഷകർക്കും വീണ്ടും അപേക്ഷിക്കുന്നതിനും ഓപ്ഷനുകൾ നൽകുന്നതിനുമുള്ള അവസരം ജൂലൈ 1 മുതൽ 3 വരെ ലഭ്യമായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ലോഗിൻ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ലോഗിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ കനോട്ട് ആക്സസ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഐ ഫോർഗോട്ട് മൈ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ റീസെറ്റ് മൈ പാസ്വേഡ് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് കൊടുത്ത് റീസെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചോദിക്കുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള സ്റ്റെപ്പുകളിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങൾക്ക് റിക്കവറായിട്ട് ലഭിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ വീണ്ടും ആ ഒരു പേജിൽ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരാനായിട്ട് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1575 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക. SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടണമെന്നുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് അതായത് ഈ ഒരു ജൂൺ 25 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾ ടെമ്പററിയോ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിങ്ങൾ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷൻ എന്തെങ്കിലും ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ അലോട്ട്മെൻറ്റ് കിട്ടി നേടിയിട്ടില്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടുകയും ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോളേജിലേക്ക് നിങ്ങളുടെ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കോളേജിൽ പോയിട്ടോ പെർമനൻറ്റോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ടെമ്പററി അഡ്മിഷനോ വിദ്യാർത്ഥികൾ എടുക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾക്ക് കിട്ടിയ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു തവണ കൂടി നിങ്ങൾ ആ ഒരു സീറ്റ് അവിടേക്ക് കൺഫർമേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു ടെമ്പററി അഡ്മിഷൻ അതല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാതെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിന് കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാനും സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഓപ്ഷനൊക്കെ ആണെങ്കിൽ ടെമ്പററി അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടുകയും പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുകയോ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ കോളേജിൽ പോയിട്ടാണ് എടുക്കേണ്ടത്. പെർമനൻറ്റ് അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് ചോദിച്ചാൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പെർമനൻറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക.
അപ്പോൾ അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്ന് പറയാം. അതിനു മുമ്പായിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഏതെങ്കിലും ഇപ്പോൾ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ അതായത് 1ാമത്തെ ഓപ്ഷനില്ലാതെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മോഡ് ഓഫ് അഡ്മിഷൻ സെലക്ട് ചെയ്യാനുണ്ടാവും. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ടെമ്പററി എന്നുള്ള സെലക്ട് ചെയ്യുക, ടെമ്പററി അഡ്മിഷൻ എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഇങ്ങനെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അവിടെ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത് എന്നുള്ള കാര്യം പറയുക. അപ്പോൾ നിങ്ങളോട് കോളേജ് ചില സമയത്ത് നിങ്ങളോട് അലോട്ട്മെൻറ്റ് മെമ്മോ അയച്ചു തരാനായിട്ട് പറയും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില സമയത്ത് കോളേജിൽ നിന്നും വരേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് തന്നെ ചെയ്താൽ മതി എന്നാണ് കോളേജ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ പെർമനൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ നിങ്ങൾ അഡ്മിഷൻ നേടിയ ശേഷം പിന്നീട് പ്രൊഫൈലിൽ നിന്നും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ കൺഫർമേഷൻ സ്ലിപ്പ് ഉണ്ടാകും. അത് നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ സ്ലിപ്പ് തരുന്നതാണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഡൗൺലോഡ് ചെയ്ത കൺഫർമേഷൻ സ്ലിപ്പ് നിർബന്ധമായിട്ടും നിങ്ങളൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. കാരണം അത് ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആവശ്യമായിട്ട് വരും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ കോളേജിൽ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടെമ്പററി അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഫീസോ മറ്റ് സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളൊന്നും കോളേജിൽ കൊടുക്കേണ്ടതില്ല. ജസ്റ്റ് വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇനി അഡ്മിഷനായിട്ട് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതിനു മുമ്പായിട്ട് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ക്യാൻസലേഷൻ ഓപ്ഷൻ, അതുപോലെ ഹയർ ഓപ്ഷൻ റീഅറേഞ്ച് ഓർ ഡിലീറ്റ് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ജൂൺ 26-ാം തീയതിയാണ് നിങ്ങൾക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ TC വേണം, സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ +2 സർട്ടിഫിക്കറ്റ് മതി. സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇക്വലൻ്റ് ആണ്, +2 ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ആണെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് യോഗ്യത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ അത് ഇക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായവർക്ക് മാത്രമാണ് അത് ആവശ്യമായിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അത് കേരളത്തിന് പുറത്തുള്ള ബോർഡുകളിൽ പഠിച്ചവർക്ക് മാത്രമാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത്. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് SC/BC വിഭാഗമാണെങ്കിൽ അതിൽ OBC OEC ഇതുപോലെ വിവിധ വിഭാഗം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് വേണ്ടത്. അടുത്തത് നിങ്ങൾ EWS വിഭാഗമാണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പോലെ ബോണസ് പോയിൻറ്റോ അല്ലെങ്കിൽ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ്, അതായത് NCC, അതുപോലെ തന്നെ NSS, അതുപോലെ തന്നെ SPC ഇതുപോലുള്ളവയുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ബോണസ് അല്ലെങ്കിൽ വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ വേറെ എന്തെങ്കിലും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സോ മറ്റോ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി എടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.